കത്തുന്നൊരുഷ്ണക്കാറ്റിൻ ചിറകിൽ തീനാവുമായി മൃത്യുവന്നെത്തുന്നൊരീ വിഷുവൽ പുലരിയിൽ കരിഞ്ഞ നെൽപ്പാടങ്ങൾ കർഷകർ വിതുമ്പുന്ന പൊലിഞ്ഞ സ്വപ്നങ്ങൾ ഈ നാടാകത്തിളയ്ക്കുമ്പോൾ എങ്ങനെ ആഘോഷിക്കും വിഷു നാം നമ്മെത്തന്നെ ചങ്ങലക്കിടുന്നൊരു ഭ്രാന്താശുപത്രിക്കുള്ളിൽ. പ്രിയ കവി ശ്രീ മുല്ലനേഴിയുടെ മുറ്റത്തെ കണിക്കുന്ന എന്ന കവിതയിൽ നിന്നുള്ള ഈരടികളാണിവ. വേനൽ കത്തി നിൽക്കുന്ന മേടമാസം, എങ്ങും ഉഷ്ണം മാത്രം, കുടിനീര് പോലും വറ്റിപ്പോയ കാലം. അപ്പോഴാണ് തൻ്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കണിക്കുന്ന കവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിഷുദിനമാണ്. പക്ഷേ കത്തുന്ന ഉഷ്ണക്കാറ്റിൻ ചിറകേറി വരുന്നത് മൃത്യുവാണ്. മനുഷ്യർ മാത്രമല്ല ഇവിടെ വെന്തെരിയുന്നത്, സർവചരാചരങ്ങളും വെയിലിൽ ഒടുങ്ങുകയാണ്. നോക്കൂ, കരിഞ്ഞ നെൽപ്പാടങ്ങൾ കാണാം, കരിഞ്ഞ കർഷകരെയും. എത്രയെത്ര സ്വപ്നങ്ങളാണ് എരിഞ്ഞടങ്ങുന്നത്. ഈ നാടാകെ വെയിലിൽ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നാം എങ്ങനെ വിഷു ആഘോഷിക്കും? ഈ ഭൂമി ഒരു ഭ്രാന്താശുപത്രി പോലെയായിരിക്കുന്നു. സ്വാന്തകർമ്മങ്ങളാൽ നാം നമ്മെ തന്നെ ഇവിടെ ചങ്ങലക്കിട്ടിരിക്കുകയല്ലേ. കവിയുടെ ആത്മകഥം ശ്രദ്ധിച്ചിട്ടാകണം കണിക്കുന്ന പറയുന്നു. അല്ലയോ കവേ, നിനക്ക് കാലത്തിൻ്റെ കാപട്യം മനസ്സിലാക്കാൻ ആകാത്തതിനാലാണ് നീ കവിയായത്. നീ ഒരു നക്ഷത്രം മായുമ്പോൾ കരയുന്നവൻ, ഒരു പൂ കൊഴിയുമ്പോൾ കണ്ണീരുതിർക്കുന്നവൻ. ദുരിതവർത്തമാനത്തിൽ മാനവചരിത്രം തിരുത്തി കുറിക്കാനാണ് നീ ശ്രമിക്കുന്നത്. എന്നാൽ നീ എന്നെ നോക്കൂ, ഞാനൊരു നാട്ടിൻ പുറത്തുകാരി. പക്ഷേ നിന്നെപ്പോലെ പ്രതീക്ഷയറ്റിട്ടില്ല എനിക്ക്. ഏതു ദുരിതകാലവും കടന്നു പോകുമെന്ന പ്രതീക്ഷ എന്നിലുണ്ട്. കാലത്തിൻ്റെ വൈകൃതങ്ങളോർത്ത് കരയുന്ന പാവയല്ല ഞാൻ, നിന്റെ മുറ്റത്തെ കണിക്കുന്ന. വിഷു എനിക്കൊരു പ്രതീക്ഷയാണ്. വിശ്വമാകെയും ഒന്നാകുമെന്ന മനോജ്ഞമായ സ്വപ്നം.